String concatenation. In Java, string concatenation form a new string that is the combination of multiple string. ഒന്നോ അതിലധികമോ സ്ട്രിങ്ങുകൾ തമ്മിൽ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു പുതിയ സ്ട്രിങ്ങിനെയാണ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. ദെയർ ആർ ടു വേ ടു കോൺകാറ്റ് സ്ട്രിങ് ഇൻ ജാവ. രണ്ട് രീതിയിൽ നമുക്ക് സ്ട്രിങ് കോൺകാറ്റിനേഷൻ നടത്താം. ഫസ്റ്റ് വൺ ബൈ പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് പറ്റും. സെക്കൻഡ് വൺ ബൈ കോൺകാറ്റ് മെത്തേഡ്. കോൺകാറ്റ് മെത്തേഡ് വെച്ചിട്ടും പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ടുമാണ് കോൺകാറ്റിനേഷൻ ജാവയിൽ നടക്കുന്നത്. ഫസ്റ്റ് വൺ സ്ട്രിങ് കോൺകാറ്റിനേഷൻ ബൈ പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് ഓപ്പറേറ്റർ വെച്ചിട്ട് സ്ട്രിങ് കോൺകാറ്റിനേഷൻ നടക്കാൻ നമുക്ക് നോക്കാം. ജാവ സ്ട്രിങ് കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ പ്ലസ് ഈസ് യൂസ്ഡ് ടു ആഡ് സ്ട്രിങ്. രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ ആഡ് ചെയ്ത് ഒരൊറ്റ സ്ട്രിങ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ പ്ലസ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് തന്നെ ക്ലാസ് ഓപ്പൺ ചെയ്തു, മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് സ്ട്രിങ് എസ് ഡബിൾ കോട്ട്സിൽ സച്ചിൻ പ്ലസ് ഡബിൾ കോട്ട്സിൽ ടെൻഡൂക്കർ എന്ന് കാണാം. അപ്പോൾ സച്ചിൻ എന്നൊരു സ്ട്രിങ് ഉണ്ട്, ടെൻഡൂക്കർ എന്ന് പറഞ്ഞ വേറൊരു സ്ട്രിങ് ഉണ്ട്. ഇത് രണ്ടും കൂടെയും കൂടി ഒരൊറ്റ സ്ട്രിങ് ആക്കി മാറ്റണം. സച്ചിൻ ടെൻഡൂക്കർ എന്നാക്കണം. അപ്പോൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ സച്ചിൻ, അവിടെ ഒരു പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്തു. പിന്നെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ടെൻഡൂക്കർ. അത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക്, സ്ട്രിങ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ എസ് എന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സച്ചിൻ ടെൻഡൂക്കർ എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സച്ചിനും ടെൻഡൂക്കർ എന്ന് പറഞ്ഞ രണ്ട് സ്ട്രിങ് തമ്മിൽ കോൺകാറ്റ് ചെയ്ത് ഒരൊറ്റ സ്ട്രിങ് ആയിട്ട് മാറി സച്ചിൻ ടെൻഡൂക്കർ. സബ്സ്ട്രിങ് ഇൻ ജാവ. എ പാർട്ട് ഓഫ് സ്ട്രിങ് ഈസ് കോൾഡ് സബ്സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് സബ്സ്ട്രിങ്. ഇൻ അതർ വേർഡ്സ് സബ്സ്ട്രിങ് ഈസ് എ സബ്സെറ്റ് ഓഫ് അനദർ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിലെ സബ്സെറ്റ് തന്നെയായിരിക്കും ഈ സബ്സ്ട്രിങ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് സബ്സ്ട്രിങ് സ്റ്റാർട്ട് ഇൻഡെക്സ് ഈസ് ഇൻക്ലൂസീവ് ആൻഡ് എൻഡ് ഇൻഡെക്സ് ഈസ് എക്സ്ക്ലൂസീവ്. സ്റ്റാർട്ട് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് ആയിരിക്കും, എൻഡ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് ആയിരിക്കും. ടു മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് പബ്ലിക് സ്ട്രിങ് സബ്സ്ട്രിങ് ഇൻഡ് സ്റ്റാർട്ട് ഇൻഡെക്സ്. ദിസ് മെത്തേഡ് റിട്ടേൺ ദ new string object contain the substring of the given string from the specified start index. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ഇൻഡെക്സ് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൽ സ്റ്റാർട്ട് ഇൻഡെക്സ് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് സ്റ്റാർട്ട് ഇൻഡെക്സിലുള്ള എന്താണോ അതങ്ങ് പ്രിൻ്റ് ആയി വരും. ഏത് സ്ട്രിങ് ആണെന്ന് വെച്ചാൽ സ്ട്രിങ് അങ്ങ് പ്രിൻ്റ് ആയിട്ട് വരും. അതാണ്. ഇനി സെക്കൻഡ് മെത്തേഡ് പബ്ലിക് സ്ട്രിങ് സബ്സ്ട്രിങ് ഇൻഡ് സ്റ്റാർട്ട് ഇൻഡെക്സ് ഇൻഡ് എൻഡ് ഇൻഡെക്സ്. ദിസ് മെത്തേഡ് റിട്ടേൺ ന്യൂ സ്ട്രിങ് ഒബ്ജക്റ്റ് കണ്ടെയ്ൻ ദ സബ്സ്ട്രിങ് ഓഫ് ദ ഗിവൺ സ്ട്രിങ് ഫ്രം ദ സ്പെസിഫൈഡ് സ്റ്റാർട്ട് ഇൻഡെക്സ് ടു എൻഡ് ഇൻഡെക്സ്. ഈ മെത്തേഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് എവിടെ മുതലാണോ എൻഡ് ചെയ്യുന്ന ഇൻഡെക്സ് എവിടം വരെയാണോ അത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ അത്രയും ഇൻഡെക്സിൻ്റെ ഉള്ളിലുള്ള സ്ട്രിങ് എന്താണോ അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സബ്സ്ട്രിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഫസ്റ്റ് തന്നെ ക്ലാസ് ഓപ്പൺ ചെയ്തു, മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, അത് സച്ചിൻ ടെൻഡൂക്കർ എന്നാണ്. ആ സ്ട്രിങ് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു, എസ് എന്ന് പറഞ്ഞ വേരിയബിൾ. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് ഫസ്റ്റത്തെ മെത്തേഡിൻ്റെ കാണിക്കുന്ന എക്സാമ്പിളാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എസ് ഡോട്ട് സബ്സ്ട്രിങ് ഓഫ് 6 എന്നാണ് കൊടുത്തേക്കുന്നത്. എസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിൻ ടെൻഡൂക്കർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്ട്രിങ്ങിൻ്റെ വേരിയബിളിൻ്റെ പേരാണ് എസ്. അപ്പോൾ എസ് ഡോട്ട് സബ്സ്ട്രിങ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് ആ സബ്സ്ട്രിങ്. അപ്പോൾ അതിനകത്തുള്ള ഒരു സബ്സ്ട്രിങ് കിട്ടാൻ വേണ്ടി ഇവിടെ 6 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 6th പൊസിഷനിലുള്ളത് ടെൻഡൂക്കർ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഡൂക്കർ എന്നത് പ്രിൻ്റായിട്ട് വരും. അത് നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റത്തെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. അപ്പോൾ 0 1 2 3 4 5 6. അപ്പോൾ 6th പൊസിഷനിലുള്ളത് ടെൻഡൂക്കറാണ്. അപ്പോൾ ആ ടെൻഡൂക്കർ എന്നുള്ളത് റിട്ടേൺ ചെയ്തു. ഇനി സെക്കൻഡ് നോക്കിയാൽ മനസ്സിലാവും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ എസ് ഡോട്ട് സബ്സ്ട്രിങ് 0,6. 0 6 വരെ ഉള്ളത്. അപ്പോൾ 6th ഇൻഡെക്സ് എടുക്കില്ല, 5th ഇൻഡെക്സ് വരെ എടുക്കുകയുള്ളൂ. അപ്പോൾ 0 മുതൽ 5th ഇൻഡെക്സ് വരെ നോക്കുമ്പോൾ സച്ചിൻ എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങ് റിട്ടേൺ ചെയ്യും. ഇതാണ് രണ്ട് മെത്തേഡും അതിൻ്റെ വെച്ചിട്ടുള്ള എക്സാമ്പിൾ. സ്ട്രിങ് ബഫർ ക്ലാസ്. ജാവ സ്ട്രിങ് ബഫർ ക്ലാസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് മ്യൂട്ടബിൾ സ്ട്രിങ്. മ്യൂട്ടബിൾ സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രിങ് ബഫർ ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ സ്ട്രിങ് ബഫർ ക്ലാസ് ഇൻ ജാവ ഈസ് സെയിം ആസ് ദ സ്ട്രിങ് ക്ലാസ് എക്സെപ്റ്റ് ഇറ്റ് ഈസ് എ മ്യൂട്ടബിൾ, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഈ സ്ട്രിങ് ബഫർ ക്ലാസ്സും സാധാ സ്ട്രിങ് ക്ലാസ്സും സെയിം ആണ്, പക്ഷെ ഒരൊറ്റ ഡിഫറൻസ് ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് ബഫർ ക്ലാസ് മ്യൂട്ടബിളാണ്. അതിനകത്ത് എന്തെങ്കിലും സ്ട്രിങ്ങിലൊക്കെ നമുക്ക് ചേഞ്ച് വരുത്താൻ നമുക്ക് കഴിയും. ഈ ഒരു ക്വസ്റ്റ്യനാണ്
വാട്ട് ഈസ് മ്യൂട്ടബിൾ സ്ട്രിങ്? എന്താണ് മ്യൂട്ടബിൾ സ്ട്രിങ്? എ സ്ട്രിങ് ദാറ്റ് ഈസ് മോഡിഫൈഡ് ഓർ ചേഞ്ച്ഡ് ഈസ് നോൺ ആസ് മ്യൂട്ടബിൾ. ഒരു സ്ട്രിങ് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ചെയ്യുന്ന ആ സ്ട്രിങ്ങിനെ പറയുന്ന പേരാണ് മ്യൂട്ടബിൾ. സ്ട്രിങ് ബഫർ ആൻഡ് സ്ട്രിങ് ബിൽഡർ ക്ലാസ്സസ് ആർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് മ്യൂട്ടബിൾ സ്ട്രിങ്. സ്ട്രിങ് ബഫറും സ്ട്രിങ് ബിൽഡർ ഈ രണ്ട് ക്ലാസ്സസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മ്യൂട്ടബിൾ സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. String buffer append method. The append method concat the given argument with this string. രണ്ട് സ്ട്രിങ്ങുകൾ ആഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോൺകാറ്റ് ചെയ്യാൻ വേണ്ടി, രണ്ട് സ്ട്രിങ്ങുകൾ ഒരുമിച്ചാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രിങ് ബഫറിൽ അപ്പൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് ആണെങ്കിൽ കോൺകാറ്റ് എന്ന് പറഞ്ഞ മെത്തേഡായിരുന്നു, സ്ട്രിങ് ബഫർ ആയപ്പോൾ അപ്പൻഡ് എന്നാണ് ആ മെത്തേഡിൻ്റെ പേര്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് തന്നെ ക്ലാസ് ഓപ്പൺ ചെയ്യുക, മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്ട്രിങ് ബഫറിൻ്റെ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം, SB എന്ന് പറഞ്ഞ്. അപ്പോൾ ആ സ്ട്രിങ് ബഫറിൽ SB എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഹലോ എന്നാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ നോക്കിയാൽ മനസ്സിലാവും, SB ഡോട്ട് അപ്പൻഡ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ജാവ. ഈ SB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിളിലുള്ളത് ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. ആ ഹലോ സ്ട്രിങ്ങിൻ്റെ കൂടെ ജാവ എന്ന് പറഞ്ഞ സ്ട്രിങ്ങുമായിട്ട് അപ്പൻഡ് ചെയ്യണം. അസിസ്റ്റൻ്റ് ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ SB. അപ്പോൾ ഈ SB എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ് ബഫർ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹലോ ജാവ എന്നാണ് വന്നേക്കുന്നത്. ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഈ SB ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എന്ന് മാത്രമേ വരുള്ളൂ. സ്ട്രിങ് ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാൻ പറ്റും, ചേഞ്ച് ആവാൻ പറ്റും. അപ്പോൾ ഈ ഹലോ എന്ന് പറഞ്ഞ SB ഈ അപ്പൻഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഹലോ ജാവ എന്ന് ചേഞ്ച് ചെയ്തു. Third one, string buffer replaced method. The replaced method replace the given string from the specified begin index and end index. ഒരു ബിഗിൻ ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു സ്ട്രിങ് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് അതിനകത്തേക്ക് വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒക്കെ പറയാം. ക്ലാസ് ഓപ്പൺ ചെയ്തു, മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തു, സ്ട്രിങ് ബഫർ എന്ന് പറഞ്ഞ് SB എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ബഫർ ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള സ്ട്രിങ് ഹലോ എന്നാണ്. SB ഡോട്ട് റീപ്ലേസ് 1,3 ജാവ. SBയിലുള്ളത് ഹലോ എന്നാണ്. റീപ്ലേസ് മെത്തേഡ് വെച്ച് 1ഉം 3 അത്രയും പൊസിഷൻ, അപ്പോൾ 1 മുതൽ 3 വേണ്ട, 3ക്ക് മുമ്പ് വരെയുള്ള പൊസിഷൻ റീപ്ലേസ് ചെയ്തിട്ട് ജാവ വരും. അപ്പോൾ 1 to 2. അപ്പോൾ 1 to 2വിലുള്ള സ്ട്രിങ് EL എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ആണ്. അപ്പോൾ അതങ്ങ് റീപ്ലേസ് ചെയ്തിട്ട് ജാവ അതിനകത്തേക്ക് പോകും. അപ്പോൾ SB പ്രിൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ജാവ LO ഇങ്ങനെയാണ് പ്രിൻ്റായിട്ട് വരുന്നത്. അപ്പോൾ റീപ്ലേസ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിൻ ഇൻഡെക്സും ഒരു എൻഡ് ഇൻഡെക്സും വേണം. അത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഇൻഡെക്സിലുള്ള അത്രയും സ്ട്രിങ് റീപ്ലേസ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് ഏതാണോ അത് പ്ലേസ് ആവും. Fourth one, string buffer delete method. The delete method of string buffer class delete the string from the specified begin index to end index. നമ്മളിപ്പോൾ ബിഗിൻ ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ ഒരു സ്ട്രിങ് അങ്ങ് ഡിലീറ്റ് ചെയ്തു പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ക്ലാസ് ഓപ്പൺ ചെയ്തു, മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തു, സ്ട്രിങ് ബഫർ അതായത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനകത്തുള്ള സ്ട്രിങ് എന്ന് വെച്ചാൽ ഹലോ എന്നാണ്. SB ഡോട്ട് ഡിലീറ്റ് 1,3 1 to 3 എന്ന് പറയുമ്പോൾ 1 മുതൽ 3 വരെ ഉള്ളതല്ല ഡിലീറ്റ് ചെയ്യുന്നത്, 1 മുതൽ 2 വരെയുള്ള സ്ട്രിങ് അങ്ങ് ഡിലീറ്റ് ആയി പോകും. അത് കഴിഞ്ഞിട്ട് അസിസ്റ്റൻ്റ് ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ SB എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ മനസ്സിലാവും 1th പൊസിഷനുള്ളത് E ആയിരുന്നു, 2nd പൊസിഷനുള്ളത് L ആയിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഡിലീറ്റ് ആയിട്ട് പോയിട്ട് HLO എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. Fifth one, string buffer reverse method. The reverse method of string builder class reverse the current string. ഈ സ്ട്രിങ് ബഫറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാണ് റിവേഴ്സ് മെത്തേഡ്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് ഏതാണോ അതൊന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് തന്നെ ക്ലാസ് ഓപ്പൺ ചെയ്തു, മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തു, സ്ട്രിങ് ബഫർ SB എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ടാക്കി ന്യൂ കീവേഡ് വെച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ സ്ട്രിങ് ബഫറിൻ്റെ ഉള്ളിലുള്ളത് ഹലോ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ആണ്. അപ്പോൾ SB ഡോട്ട് റിവേഴ്സ് ജസ്റ്റ് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ മനസ്സിലാവും ഇത് പ്രിൻറ്റ് ചെയ്തേക്കുന്നത് OLLEH എന്നാണ്. അപ്പോൾ ഈ സ്ട്രിങ് അങ്ങ് റിവേഴ്സായിട്ട് പ്രിൻ്റായി.
Sixth one, string buffer capacity method. The capacity method of string buffer class return the current capacity of buffer. ഒരു ബഫറിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കപ്പാസിറ്റി മെത്തേഡ്. ദ ഡിഫോൾട്ട് കപ്പാസിറ്റി ഓഫ് ബഫർ ഈസ് 16. ഒരു സ്ട്രിങ് ബഫറിൻ്റെ അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 16 If the number of character increased from its current capacity, it increased the capacity by old capacity into 2 plus 2. അതായത് ഇപ്പോൾ ഒരു കപ്പാസിറ്റി ഉണ്ട്, ഡിഫോൾട്ടായിട്ടൊരു കപ്പാസിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഓരോ ക്യാരക്ടർ അതിനകത്ത് കൊടുക്കുന്നത്, ബഫറിൽ കൊടുക്കുന്ന ഓരോ ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റിയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓൾഡ് കപ്പാസിറ്റി ഇൻറ്റു 2 പ്ലസ് 2. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കപ്പാസിറ്റി കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്ലാസ് ഓപ്പൺ ചെയ്തു, മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തു, സ്ട്രിങ് ബഫർ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു SB എന്ന് പറഞ്ഞ്. അതിൻ്റെ ഉള്ളിൽ കപ്പാസിറ്റി നമ്മൾ നോക്കുകയാണ്. SB.capacity എന്ന് വെറുതെ അങ്ങ് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ 16 കിട്ടി. SB.append hello. ഇപ്പോൾ SB എന്ന് പറഞ്ഞാൽ ബഫറിൻ്റെ ഉള്ളിൽ ഹലോ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്. എന്നിട്ട് കപ്പാസിറ്റി നോക്കുകയാണ് 16 തന്നെയാണ്. SB.append ഡബിൾ കോട്ട്സിൽ ജാവ ഈസ് മൈ ഫേവറേറ്റ് ലാംഗ്വേജ്. ജാവ ഫേവറേറ്റ് ലാംഗ്വേജ് ആണെന്നുള്ള ഒരു സ്ട്രിങ് അടിച്ചു കൊടുത്ത് അപ്പൻഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഹലോ ജാവ ഈസ് മൈ ഫേവറേറ്റ് ലാംഗ്വേജ്. ഇത്രയും ഉണ്ട് SB എന്ന് പറഞ്ഞ ബഫറിൻ്റെ ഉള്ളിൽ. system.out.println SB.capacity എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇതിനകത്ത് ഒരുപാട് സ്ട്രിങ് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 60 × 2 + 2 അത് നോക്കുമ്പോൾ 34 ആണ്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 34 ആണ്. 7th one, string buffer ensure capacity method. The ensure capacity method of string buffer class ensure the given capacity is minimum to the current capacity. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കുന്ന കപ്പാസിറ്റി മിനിമം ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ കറണ്ട് കപ്പാസിറ്റീനേക്കാളും കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന കപ്പാസിറ്റി എങ്കിൽ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ദ കപ്പാസിറ്റി ബൈ ഓൾഡ് കപ്പാസിറ്റി ഇൻറ്റു 2 + 2. മറ്റേ കപ്പാസിറ്റി കണ്ട ആ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തിട്ട് അത് ഇൻക്രീസ് ചെയ്തേക്കുന്നത് കണ്ടുപിടിക്കും. ഇത്രേ ഉള്ളൂ. എക്സാമ്പിൾ നോക്കുക. ഫസ്റ്റ് ഞാനൊരു ക്ലാസ് ഓപ്പൺ ചെയ്തു, മെയിൻ മെത്തേഡ് ഓപ്പൺ ചെയ്തു, സ്ട്രിങ് ബഫർ ക്രിയേറ്റ് ചെയ്തു, SB എന്നാണ് പേര്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കപ്പാസിറ്റി നോക്കുവാണ്. SB.capacity ഡിഫോൾട്ടായിട്ട് 6 ആണ്. പിന്നെ നമ്മൾ SB.append ഹലോ എന്ന് പറഞ്ഞ് നമ്മൾ അപ്പൻഡ് ചെയ്തു. എന്നിട്ട് കപ്പാസിറ്റി നോക്കുവാണ്, അപ്പോഴും 60 തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു വലിയൊരു സ്ട്രിങ് കുറച്ച് സ്ട്രിങ്ങുകൾ അപ്പൻഡ് ചെയ്യുകയാണ്. അപ്പൻഡ് ചെയ്തിരിക്കുന്ന സ്ട്രിങ് ജാവ ഈസ് മൈ ഫേവറേറ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് അപ്പൻഡ് ചെയ്തു SB.ഒപ്പം. ദെൻ ആ കപ്പാസിറ്റി നോക്കുകയാണ്. അപ്പോൾ 34 ആണ്. കാരണം പണ്ടത്തെ എന്തായാലും കപ്പാസിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ 34 കിട്ടി. പിന്നെ SB.ensure capacity, ഞാനിപ്പോൾ ഒരു കപ്പാസിറ്റി കൊടുക്കുകയാണ്. 10 എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റി ഞാൻ കൊടുത്തു. അപ്പോൾ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, കാരണം 34-നേക്കാളും ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി നോക്കി 34 ആണ്. പിന്നെ ഞാൻ കൊടുക്കുന്ന കപ്പാസിറ്റി 15 എന്നാണ്. എൻഷുവർ കപ്പാസിറ്റി കൊടുക്കുന്നത് 15 എന്നാണ്. അപ്പോൾ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 34-നേക്കാളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ കപ്പാസിറ്റി 17 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കപ്പാസിറ്റി എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ പ്രിൻറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് വെച്ചാൽ 17 ആയിരിക്കും.